വൈറൽ വീഡിയോ സെഗ്മെന്റ് ആണ്. സ്വാഗതം ചെയ്യാം ദ എസ്കേപ്പ് മീഡിയ. കേട്ട നേരം തമ്പൂരാൻ മെല്ലെ നോക്കി ആരില്ലെന്നു തരം ബാക്കിയായി. തമ്പൂരാൻ നടന്നതും ദിക്കുകൾ സാക്ഷിയായി. രാഗാദ്രമായൊരു പൊൻകിലുക്കം മണിനാദം കേട്ടു വീണ്ടും തമ്പൂരാൻ മെല്ലെ നോക്കി. അങ്ങദമാനത്ത് തമ്പൂരാട്ടി മഞ്ഞച്ചേലയുടുത്ത് കാലിൽ കോലുസുമിട്ട് അങ്ങദാ നിൽക്കുന്നു തമ്പൂരാട്ടി. തമ്പൂരാൻ നോക്കി നിന്നു ഇടനെഞ്ചിൽ താളമിട്ടു. അറിയാതെൻ കണ്ണുകളിൽ മറിവില്ലോ അഞ്ജനമിഴികളോ കാതിലെ കടുക്കനോ മിന്നുന്ന പുഞ്ചിരിയോ മെയ്യഴകോ പൊന്നിൻ ചിലങ്ക വീണു കാലം നീലച്ചു നിന്നു. തമ്പൂരാൻ മാറിലാഴ്ത്തി തൻ പ്രാണനെ. എന്നോവിൽ കാണുന്നു ഞാൻ എന്നെ നിഴലിൻ കൂടെ തേടുന്നു. മഴയാകെ തിരയാകെ ഞാൻ തേടുന്നുവോ. ഇരുൾ മൂടും വഴിയിൽ ഞാൻ നീങ്ങുന്നുവോ. കനവാകെ നിറവാകെ നിഴലാടുന്നുവോ. മിഴിയാളും കനലിൽ കരൽ നീറുന്നുവോ. ഞാൻ കാണും എൻ മുന്നിൽ നിഴൽ വീണ പാതയിൽ അകന്ന കാലടികൾ. കൺമൂടിൽ ഞാൻ കാണും നിറയും മിഴികൾ. എന്നോവിൽ ഞാൻ എന്നിൽ തിരയും നിറമേകും പുഞ്ചിരികൾ. ഞാൻ
ആദ്യമേ ആ പെർഫോമൻസിന് ഒരു ഉഗ്രം കൈഡി കൊടുത്തേ. ഈ തമ്പുരാൻ എഴുന്നള്ളി പാട്ട് ഉണ്ടായ അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞേ. ഞങ്ങളുടെ ഒരു ചേട്ടനുണ്ട്, രോഹിത് എന്ന പേര്. രോഹിത്. ആളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളൊരു ഫിലിം ചെയ്യണം, അതിന് മുമ്പ് ഒരു പ്രോമോ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്, പ്രോമോ സോങ് പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളോട് വന്ന് പറഞ്ഞത്. അപ്പോൾ ആള് സ്ക്രിപ്റ്റ് എല്ലാം സെറ്റാണ്. അപ്പോൾ അതിന് ഈ കവിത ആൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആൾ പറഞ്ഞ് നിങ്ങളും ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. അസാധ്യമാണ് എന്തായാലും. ഒന്ന് നിങ്ങളുടെ ഈ ശാന്തതയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. മറ്റൊന്നുമല്ല, സംഗീതം നമുക്ക് യഥാർത്ഥത്തിൽ ആസ്വദിക്കണമെങ്കിൽ അത് കേൾക്കാനുള്ളതായിരിക്കണം. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നിങ്ങൾ ഭയങ്കര ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. മാഗ്നറ്റ് പോലെയാണ്, നമ്മൾ അങ്ങോട്ട് നിന്ന് അട്രാക്ട് ചെയ്യും. ഇരുമ്പാണെങ്കിൽ എത്ര ഇരുമ്പുള്ള മനസ്സുള്ളെങ്കിലും അങ്ങോട്ട് നിന്ന് അട്രാക്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന അതുപോലത്തെ ഡ്രസ്സുകളൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ നിങ്ങളുടെ സംഗീതം അസാധ്യമുണ്ട്. ഒരൊറ്റ വരി പാടുമ്പോൾ നമുക്കറിയാം നിങ്ങളുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത്, ആ പ്രൊഫഷണാലിറ്റി. SK ബാൻഡ് അല്ലേ? SK മീഡിയം. അങ്ങനെ ഒരു ഇതിടാൻ കാരണം എന്താണ്? നമുക്കൊരു മീഡിയം രക്ഷപ്പെടാനുള്ള ഒരു മീഡിയം ആണ്. ഓക്കെ, അത് മ്യൂസിക്. എന്നാലും നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടട്ടെ. നല്ല രസമായിരുന്നു. കാരണം ഇപ്പോൾ എനിക്ക് രണ്ടഭിപ്രായമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാന്തതയൊക്കെ നല്ല രസമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളിങ്ങനെ പാട്ടുകൾ കേൾക്കാൻ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇങ്ങനത്തെ മ്യൂസിക്സ്. അല്ലാതെ കുറേ വർഷങ്ങൾക്ക് അല്ലെങ്കിൽ മ്യൂസിക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയും തോറും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇപ്പോൾ ശരിക്കും നമ്മളുടെ സിനിമകളിൽ ശരിക്ക് ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ സോങ് ഒന്നും ഒരിക്കലും വരുന്നില്ല. ഇപ്പോഴത്തെ ട്രെൻഡിൽ പോലെ ഏതൊരു പാട്ട് അതിൻ്റെ ബാക്കിംഗ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് സിനിമയായിട്ട് ലയിച്ച് കിടക്കുന്ന തരത്തിലാണ്. അല്ലാതെ സിനിമ കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോൾ അത് ഏറ്റുപാടുന്ന തരത്തിലുള്ള പാട്ടുകൾ വളരെ കുറവാണ്. അത് സിനിമയ്ക്ക് ആവശ്യമുള്ള തരത്തിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത്തരത്തിലുള്ള ട്രെൻഡി ആയിട്ടുള്ള സോങ്സാണ് ഇപ്പോൾ നിങ്ങൾ പാടിയത്. നല്ലതായിരുന്നു. പിന്നെ ടിനി പറഞ്ഞാൽ വേറെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം കേട്ടോ. എല്ലാം ഇങ്ങനെ ശാന്തമായിട്ട് നിന്ന് പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമ്പലപ്പറമ്പിൽ പോയിട്ട് വളരെ ശാന്തമായിട്ട് നിന്ന് ഇങ്ങനെ പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അവിടെ അടിപൊളി ആവശ്യമാണ്. അവിടെയല്ലേ പ്രശ്നം ഉണ്ടായത്? ആയിക്കോട്ടെ, കുറച്ചൊക്കെ എനർജി അങ്ങനെയുള്ള സോങ്സും പാടാറില്ലേ അല്ലേ? പെർഫോം ചെയ്യുമ്പോൾ ഈ ശാന്ത സ്വഭാവം അല്ലാതെ കുറച്ച് വയലന്റ് ആകാറുണ്ടോ? റോക്ക് ചെയ്യാറുണ്ട്. റോക്കാണ് അല്ലേ? ഒരാൾ മാത്രമേ ഉള്ളൂ സിംഗർ? ഞാനുണ്ട്, ഇവനുണ്ട്, രണ്ടുപേരും. അത് ഞാൻ നേരത്തെ ബാക്കിംഗ് അവിടുന്ന് വോയിസ് കൊടുക്കുന്നതായിട്ട് മനസ്സിലായി സിംഗർ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഗംഭീരമായിട്ട് ടിനി പറഞ്ഞ പോലെ ലോകം അറിയപ്പെടുന്ന ബാൻഡായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എസ്കേപ്പ് ബാൻഡ് നിങ്ങൾ പൊളിച്ചടിക്കുക കേട്ടോ, ഗംഭീരമായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്. പിന്നെ ഇതിനു മുമ്പ് നിങ്ങളുടെ പാട്ട് യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് വ്യൂവേഴ്സ് ഉള്ള പാട്ടുകളാണ്. എത്ര വ്യൂ ഉണ്ടായിരുന്നു അതൊന്ന് പറയൂ. 5.7 മില്യൺ. ശരിക്കും ഒരു കലാകാരൻ്റെ വിജയം എന്ന് പറയുന്നത് അവൻ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ അല്ലെങ്കിൽ ആ പ്രൊഫഷനിൽ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോകാമെന്ന് പറയും. അങ്ങനെ നിങ്ങളൊരു ബാൻഡ് രൂപീകരിച്ചു, ആ ബാൻഡിന് ഓൾറെഡി നിങ്ങളൊരു സിഗ്നേച്ചർ ഇട്ടുപോയി. കാര്യം ആൾക്കാരുടെ മനസ്സിൽ അത്രമാത്രം ആൾക്കാരത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നിങ്ങളുടെ പാട്ടുകൾ. ഇപ്പോൾ നമ്മൾ പല പ്രോഗ്രാമിന് ചെല്ലുമ്പോഴും നിങ്ങളുടെ പാട്ടുകളൂടെ പാടുന്നുണ്ട്. പിന്നെ അതിലുപരി നമ്മളിപ്പോൾ ഈ ഓരോ ഓർക്കസ്ട്രേഷൻ എന്ന് പറയുന്നത് പണ്ട് അണിയറയിൽ പ്രവർത്തിച്ചാണ്. ഇപ്പോൾ വയലിനായാലും ഗിറ്റാറായാലും എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ ബാൻഡുകൾ വന്നതിന് ശേഷമാണ് ഇതെല്ലാം പെർഫോമൻസ് മെയിൻ ഐറ്റമായിട്ട് വന്നത് അല്ലേ? വയലിനാണെങ്കിലും അതെ. ഇപ്പോൾ സ്റ്റീഫൻ കീബോർഡൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോഴാണ് കീബോർഡിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ എന്നൊക്കെ നമ്മൾ പഠിച്ചത്. ഞാൻ ശാസ്ത്രീയമായിട്ട് പറയല്ല, ഇതും ചിരിക്കണ്ട അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ടോട്ടലി ഇതിന് നിങ്ങളുടെ ഈ പാട്ട് പോലെ തന്നെ ഇപ്പോൾ പണ്ട് നമ്മളൊരു താരാട്ട് പാട്ടെന്ന് പറഞ്ഞപ്പോൾ ഓമനത്തിങ്കൾക്കിടാവ് എന്നുള്ള പാട്ടാണ് അല്ലെ, ഓമനത്തിങ്കൾക്കിടാവ്. പിന്നെ നൊസ്റ്റാൾജിയ പാട്ടെന്ന് പറയുന്നത് ഒരു വട്ടം കൂടിയുള്ള പാട്ടാണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ പാട്ടെന്ന് പറയുന്നത് അത്രമാത്രം ആരാധകരുണ്ട്. അതുകൊണ്ടാണ് പല വേദികളിലും നിങ്ങളുടെ പാട്ടുകൾ ഓർക്കസ്ട്രക്കാർ പാടുന്നത്. അപ്പോൾ ലോകം അറിയട്ടെ, ഒരുപാട് വേദികൾ നിങ്ങൾക്ക് കിട്ടട്ടെ. എസ്കേപ്പ് ബാൻഡ് ഒരു നമ്പർ 1 ബാൻഡായി മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്. തമ്പുരാൻ എഴുന്നള്ളി ഗംഭീരായിരുന്നു. ഒന്നും പറയാനില്ല. ബിജുക്കുട്ടൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഒന്നും പറയാനില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ 3 പേരും കഴിഞ്ഞ് പിന്നെ ഇവിടെ എത്തുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. എന്നാലും നന്നായിരുന്നു, അസ്ഥലായിരുന്നു, നല്ല മൂഡായിരുന്നു കേൾക്കാനും. നമുക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലസ് യു. ഈ പറഞ്ഞ പോലെ എസ്കേപ്പ് മീഡിയം നേരത്തെ ജിനിച്ചേട്ടനും ഇവരെല്ലാവരും പറഞ്ഞതിൻ്റെ സംഭവങ്ങൾ എടുക്കുക. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നാർഷക പറഞ്ഞ പോലെ ചില എനർജി പാട്ടുകളിലും കുറേ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. ഗംഭീരമാണ് നിങ്ങളുടെ പെർഫോമൻസ്. ഒരുപാട് ഫാൻസ് ഉണ്ട് നിങ്ങൾക്ക്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ.
Thank you.